നമസ്കാരം, ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. ഗാന്ധപുരത്തിൻ്റെ ഇടപെടലിനെ കുറിച്ച് ഇപ്പോൾ വിവാദമായിരിക്കണം. എന്താല്ലേ, ഇതുവരേക്കും ഇടപെടാത്തവരൊക്കെ ഇപ്പോൾ കേന്ദ്രം ഇടപെട്ടു എന്ന് പറഞ്ഞ് അതിൻ്റെ എല്ലാ സ്ഥാനമാനങ്ങളും അവർ നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. നിമിഷപ്രിയയുടെ ശിക്ഷായിളവ് സംബന്ധിച്ച് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ഗാന്ധപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പങ്ക് തള്ളി വിദേശകാര്യ മന്ത്രാലയം. ഗാന്ധപുരം മധ്യസ്ഥത വഹിച്ചതായി വിവരമില്ല എന്നും മോചനത്തിനായി അഭിഭാഷകനെ നൽകിയിട്ടുണ്ടെന്നും കേന്ദ്ര വിദേശകാര്യ വക്താവ് രൺദീപ് ജയ്സ്വാൾ പറഞ്ഞു. വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടാത്തതിൽ വിമർശനം ശക്തമായതോടെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അവകാശവാദം. എല്ലാവർക്കും എന്തും പറയാലോ അല്ലേ. യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിൽ കേന്ദ്ര സർക്കാർ കൈക്കൊഴിഞ്ഞതിന് പിന്നാലെയാണ് ഗാന്ധപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ നിർണായകമായത്. സൂഫി പണ്ഡിതന്മാരുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് യമൻ കോടതി നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചത്. ഇതോടെയാണ് ഗാന്ധപുരത്തിൻ്റെ ഇടപെടൽ കേന്ദ്ര സർക്കാർ തള്ളിയത്. AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ കുറിച്ച് തനിക്ക് വിവരമില്ല എന്നാണ് കേന്ദ്ര വിദേശകാര്യ വക്താവ് രൺദീപ് ജയ്സ്വാൾ വ്യക്തമാക്കിയത്. ദയാധനത്തിൻ്റെ കാര്യത്തിൽ ധാരണയിലെത്താൻ കൂടുതൽ സമയം ചോദിച്ചതായും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാർ എല്ലാ സഹായം നൽകുന്നുണ്ടെന്നും അഭിഭാഷകനെ നൽകിയിട്ടുണ്ടെന്നും മന്ത്രാലയം അവകാശപ്പെട്ടു. യമനിലെ മതപണ്ഡിതരുമായി ഗാന്ധപുരം AP അബൂബക്കർ മുസ്ലിയാർ ചർച്ചകൾ നടത്തിയെന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് വിദേശകാര്യ മന്ത്രാലയം മാധ്യമങ്ങളെ കണ്ടത്. പാർലമെന്റിലും സുപ്രീം കോടതിയിലും നിലപാട് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നതോടെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അവകാശവാദം ഇപ്പോൾ പുറന്നത്.